നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. മോണ്ടറിയുടെ മൈതാനത്ത് ലിയോ മെസ്സിക്ക് കാര്യങ്ങൾ ഒട്ടും എളുപ്പമായിരുന്നില്ല. സൂപ്പർ താരത്തിന് നരകം തീർക്കാനാണ് റൈഡോസിന്റെ ആരാധകർ ശരിക്കും ശ്രമിച്ചത്. ഇന്റർ മയാമി വേഴ്സസ് മോണ്ടറി കോൺകകാഫ് ചാമ്പ്യൻസ് കപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ രണ്ടാം പാദ മത്സരത്തിന്റെ വേദിയിലാണ് ഈ അനുഭവം ലിയോ മെസ്സിക്കുണ്ടാവുന്നത്. ആദ്യ പാദം നമുക്ക് അറിയാം, 2-1 ഇന്റർ മയാമി തോറ്റിരുന്നു. അത് സ്വന്തം മൈതാനത്താണ് ആ തോൽവി വാങ്ങിയത്. അന്ന് മെസ്സി കളിച്ചിട്ടുണ്ടായിരുന്നില്ല, എങ്കിലും അദ്ദേഹം സ്റ്റാൻഡിലുണ്ടായിരുന്നു. പിന്നെ കളി കഴിഞ്ഞിട്ട് മോണ്ടറിയുടെ കോച്ചുമായിട്ടും മറ്റുമൊക്കെ അദ്ദേഹം വലിയ പ്രശ്നങ്ങളിൽ ഏർപ്പെട്ടു എന്ന തരത്തിലുള്ള വാർത്ത പിന്നീട് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഏതായാലും അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇന്നത്തെ മത്സരത്തിൽ കണ്ടത്. മോണ്ടറിയുടെ ആരാധകർ ലിയോ മെസ്സി കളിക്കളത്തിലേക്ക് ഇറങ്ങിയപ്പോഴേ കൂവി. പിന്നെ അദ്ദേഹം പന്ത് തൊട്ടപ്പോഴൊക്കെ അവർ കൂവി വിളിക്കുകയായിരുന്നു. അതുകൊണ്ട് നിർത്തിയില്ല. ഇടവേള സമയത്ത് കളിക്കളം വിട്ടു പോകുമ്പോൾ ഒരു വിഭാഗം ആരാധകർ, മോണ്ടറിയുടെ ആരാധകര് റൊണാൾഡോ ചാൻഡുമായിട്ട് നിന്നു. ക്രിസ്ത്യാനോയുടെ പേര് ഉച്ചത്തിൽ വിളിച്ചുകൊണ്ടുള്ളൊരു ചാൻഡ് നമ്മളത് സൗദി അറേബ്യയിൽ കാണുന്നുണ്ട്. ക്രിസ്ത്യാനോക്ക് നേരെ എതിർ ടീമിന്റെ ആരാധകർ മെസ്സി ചാൻഡ് വിളിക്കുന്നത്, അതുപോലെ മെസ്സിക്ക് നേരെ ക്രിസ്ത്യാനോയുടെ പേര് പറഞ്ഞുകൊണ്ടുള്ള ചാൻഡുകളാണ് നമ്മൾ കണ്ടത്. എന്തായാലും രണ്ടാം പകുതിയിലും കാര്യങ്ങൾ ഒട്ടും ഗുണകരമായിട്ട് മാറിയില്ല. ഒടുവില് പൊട്ടി തകർന്ന ഇന്റർ മയാമി കോൺകാഫ് ചാമ്പ്യൻസ് കപ്പിൽ നിന്ന് പുറത്തായി. 3-1 രണ്ടാം പാദം തോറ്റതെങ്കിൽ ആദ്യ പാദത്തിലെ തോൽവിയുടെ കണക്ക് കൂടി എടുക്കുമ്പോൾ അഗ്രിഗേറ്റ് 5-2 വമ്പൻ തോൽവിയാണ് മെസ്സിയുടെ ഇന്റർ മയാമിക്കുണ്ടായിരിക്കുന്നത്. കോൺകാഫ് ചാമ്പ്യൻസ് കപ്പ് എന്ന മോഹം അവിടെ പൊലിഞ്ഞിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.